2,000 years later. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓസ്ലോബ്ലോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ റോബ്ലോക്സ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ നമ്മൾ കളി തുടങ്ങിയ ഗൈസ്. ഫസ്റ്റ് അത് ചെക്ക് പോയിന്റ് കിട്ടി. ഓക്കെ ഗൈസ്, എല്ലാവരും ക്ഷമിക്കുക, ഈ ക്യാമറ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കൈ എൻ്റെ അതിനകത്ത് കാണും. അത് കളിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. തള്ളിയിടാൻ വേണ്ടി വന്നോക്ക് നമ്മൾ വീഴില്ല. പിന്നെ നമ്മളങ്ങനത്തെ ഇച്ചിരി കരുത്തുള്ള ആൾക്കാരാ. അതില് ഗൈസ്, ഇന്നൊന്ന് ക്ഷമിക്കട്ടെ, നാളെ ഞാൻ സെറ്റാക്കാം. ഇന്ന് വേറെ വഴിയിലെത്തണ്ട, നാളെ ഞാൻ സെറ്റാക്കാം. ക്യാമറ ഇന്ന് നാളെ ഞാൻ സെറ്റാക്കാം. ഇന്ന് ചെറിയൊരു സീനുണ്ട്. ക്യാമറ ഇതാക്കണ്ടോണ്ട് കൈ ഇങ്ങനെ വെച്ചാ കളിക്കുന്ന, ചപ്പിച്ച് വെച്ച, എന്നിട്ടും കാണുന്നുണ്ട്. ആണ്ട് നല്ലത് കളിക്കാൻ പറ്റത്തില്ല. ഈ സാധനം എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. പിന്നെ ക്യാമറ ആ സൈഡിലാണ് കൊണ്ടുവന്ന് നോക്കട്ടെ. ഇപ്പൊ ചെറിയൊരു സീൻ ഉണ്ടല്ലേ, ചാണല്ലേ, അത് സീനില്ല. ഇപ്പൊ ഓക്കെയല്ലേ ക്യാമറ? കഴിഞ്ഞ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എടുത്തേനെ കാര്യം ഫുള്ള് കോനാട്ടായി പോയി. ഈ വീഡിയോ ഞാൻ സമ്മതിക്കില്ല കോനാട്ടാവാൻ. കോനാട്ടാനകത്തുണ്ടെന്നേ ഉള്ളു, വീഡിയോ കോനാട്ടാവാൻ സമ്മതിക്കില്ല. എടാ, ഞാൻ ഈ ക്യാമറ ഇപ്പോഴത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ടേ, ഞാൻ നോക്കുന്നത് ഇപ്പോഴത്താണ്. അതൊരു ചെറിയൊരു ഗൈസ്, നമ്മളെ ഗെയിം പ്ലേ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചെറിയ ഹലോ 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 കേൾക്കാമല്ലോ. ഹലോ ഹലോ, മൈക്ക് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോ പഴയതുപോലെ നല്ല മൈക്കൊക്കെ ഉണ്ട്. ഓ വേണ്ട വേണ്ട വേണ്ട, പണിപാടും. എടാ പോടാ, പോട്ടനെ കളിക്കാനും പറഞ്ഞൂടാ. ചത്തേനെ. എടാ, ഇച്ചിരി കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ചാടി കൂടെ ഇരുന്നാടാ. ഞാൻ പഠിച്ചിരിക്കും ഗൈസ്. ഞാൻ 2000 years later ആയാലും വൈദവേ ഇന്ത്യയിലിരിക്കുന്ന പിന്നെ എന്ന് പറഞ്ഞ ഒരു സ്പീക്കർ കുറേ നാൾ പറഞ്ഞിട്ടുണ്ട്. സ്പീക്കറില്ലല്ലോ, ഇത് ഹെഡ്സെറ്റാണ്. നമ്മൾ പുതിയൊരു ഇത് വാങ്ങിച്ചായിരുന്നു. പിന്നെ പേരെന്തറ
സ്പീക്കർ അതിൻ്റെ അൺബോക്സിങ് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക. പോടാ പോടാ പോടാ. എടാ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വീണിരിക്കുന്നു. മറ്റാകുമ്പോൾ കുറെ ചാടണം, ഇതാകുമ്പോൾ ചുമ്മാ അങ്ങ് പോയാൽ മതിയല്ല. ആ തുമ്പത്ത് പോയി നിന്ന്, ആ തുമ്പത്ത്. ഗായ്സ് എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രം അറിയാൻ പറ്റും ഈ ക്യാമറ സീനുള്ള ഉണ്ടായില്ലേ എന്തില്ല. ഈ ക്യാമറ നോക്കൊണ്ടിരുന്ന ഞാൻ ഇത് ചാവുന്നത് അറിയത്തില്ല, ചാടാൻ കഴിയത്തില്ല. ഒന്നാമതേ നൂബാണ് ഗായ്സ്. എടാ പോയിവിടെ. എടാ ചാടുന്നു. എടാ ചുമ്മാ പോയ. മണ്ടത്തരെ കാണിക്കും. എടാ അത് അവിടെ ചെന്ന് നിൽക്കോ? എടാ ആ സൈഡിലോട്ട് ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് സേഫ് എന്നാ. ഇതാ സേഫ്. മറ്റാ വളവിലിട്ടാണ്. വിധി. ഒന്ന് പോയാൽ നമുക്ക് അടുത്ത വണ്ടി ഉണ്ട്, പേടിക്കണ്ട. KSRTC സൂപ്പർ ഫാസ്റ്റ് ആയി KSRTC മിന്നലിട്ടു. ഇതെന്തിനാണ് സംഭവം? ആക്ച്വലി ബുക്കാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ബുക്കാണോ? ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളെ 79 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ 79 സബ്സ്ക്രൈബേഴ്സ്. എടാ നമുക്ക് ഇതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാ. കുറെ പേര് അതിന് നിനക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് അല്ലേ ആയോളൂ എന്ന് അങ്ങനെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്കൊരു നമ്മളിത് വെച്ച് നോക്കി നമുക്ക് അതൊക്കെ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഒന്നും അല്ലാതിരുന്ന് നമ്മള് 79 പേര് അറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ വേറെ ഒരേ ഒരു സബും കൂടെ മതി ഗൈസ് 80 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. ഓക്കെ ഗൈസ്, വെറും ഒരേ ഒരു സബ്സ്ക്രൈബേഴ്സ്. ഓൾമോസ്റ്റ് കുറേ നാളായിട്ടാണ് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത്. പക്ഷെ നല്ല സന്തോഷമുണ്ട്. ഓൾമോസ്റ്റ് ഇത്ര ആക്കി എടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം. 80 ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു സന്തോഷമായിരിക്കും. നമ്മളെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരിക എന്ന് പറയത്തില്ല. അതേപോലെ ഇപ്പം 79 ആയാലും ഒരു സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരാൾക്ക് ഇതിപ്പോൾ പെട്ടെന്നൊരു അച്ചീവ്മെൻറ്റ് അയാൾ അറിഞ്ഞ് എന്ന് വരുമ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് 18, 20 ആയപ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യമൊന്നും എന്നെ അത്രയ്ക്കൊന്നും ആരും അറിയാതെ, പിന്നെ ഫസ്റ്റൊക്കെ എന്നെ കുറേ ബന്ധുക്കളാണ് എന്നെ ഉള്ള പറയല്ല. പിന്നെ കുറേ നാളൊക്കെ ആയപ്പോഴത്തേക്കും അല്ലാതെ റീച്ച് കൂടി. അങ്ങനെയൊക്കെ ഗൈസ് എൻ്റെ ഇൻസ്റ്റയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റയിലെ നെയിം അബക്സ് ഹാദ് എന്നാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഞാൻ ഇവിടെ ഈ സൈഡ് വല്ലം റൈറ്റ് ചെയ്തിട്ടേക്കാം, പേര് റൈറ്റ് ചെയ്തിട്ടേക്കാം. എനിക്ക് പിൻ ചെയ്യണ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. നമ്മളത്ര വലിയ ഇതൊന്നുമല്ല, സെറ്റപ്പൊന്നുമല്ല. അയ്യേടാ അവിടെ നിന്ന് കയറായിരുന്നടായി. വേറെന്തോ പണി വരാനുണ്ടവറാച്ച പറഞ്ഞില്ലേ. ആഹാ
കുട്ടപ്പ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ പോടാ ഇവിടെ പോടാ. തള്ളിയിട്ട് ഗൈസ്, തള്ളിയിട്ട് എന്നെ തള്ളിയിട്ട്. ഫൗള് 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 ഫൗള്. എനിക്ക് പെനാൽറ്റി വേണം. പെനാൽറ്റി. ഗ്യാസിൻ്റെ ഇടയ്ക്ക് കുരുക്കിരുന്ന് ഇരിക്കുകയായിരുന്നു. ഓക്കെ, പറയുന്നവർ പറയട്ടെ. പക്ഷേ താങ്ക്സ് ഫോർ എൻ്റെ 79 സബ്സ്ക്രൈബേഴ്സിന് താങ്ക്സ്. എ ലോട്ട് ഓഫ് താങ്ക്സ് ഗൈസ്. അയ്യോ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മൾ ഇത് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൊള്ളത്തില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതായിരിക്കും. എനിക്ക് അത് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിച്ച പോലെയാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ കമൻറ്റ് ചെയ്തൊക്കെ ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. മൾട്ടിപ്ലെയർ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലു ജിസിം എന്ന് പറയുന്നൊരു ഗെയിമിംഗ് യൂട്യൂബറുണ്ട്. അവന് വളരെ കുറച്ചേ ഉള്ളൂ, 20 അത്രേ ഉള്ളൂ. ബട്ട് അവന് സ്റ്റിൽ ഹീസ് ഹാപ്പി. അവന് അത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ അവൻ പറഞ്ഞ് അവന് നല്ല ഹാപ്പി ആയിരുന്നു ഗൈസ്. നമ്മൾ എത്ര കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ ചിലവർ പറയും അവനെ എടുക്കാനൊന്നും അറിയത്തില്ല, ഒരു ഊളയാണ്, അവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലെ. അവരെ മൈൻഡ് ചെയ്യാൻ പോയാൽ നമ്മൾ ലൈഫ് കോഞ്ഞാറ്റ് ചെയ്യാം ഗൈസ്. എൻ്റെ അടുത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. റിയലി എൻ്റെ അടുത്ത് കുറേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. അവർ പറയണേ പറയട്ടെ, കുഴപ്പമില്ല, ഞാൻ അവരെ മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. പോണെങ്കിൽ പോട്ടെ ഗൈസ്. പറയുന്നത് നമുക്ക് കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ, വേറെ അല്ലാതെ അവന്മാരെ കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ലേ ഇരിക്കാം, അവന്മാരെ കൊണ്ട് ഇത്ര പോലും പറ്റത്തില്ലായിരിക്കാം. പക്ഷെ അവർക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൊരു വേദന ഉണ്ടാവും. അത് അവന്മാർക്ക് ഒരു സുഖമാണ് ഗൈസ്. ആ സുഖം അനുസരിക്കാൻ വേണ്ടി അവന്മാർ പറയും. അവന്മാരെ മൈൻഡ് ചെയ്യാൻ പോവല്ലോ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ ഇവിടെ വീഴുന്ന വീഡിയോ ഇടൂലായിരുന്നു. എനിക്ക് 79 സബ്സ്ക്രൈബേഴ്സ് ആവത്തില്ലായിരുന്നു ഗൈസ്. എല്ലാവരും 80 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആക്കുക, ലൈക്ക് അടിച്ച് പൊളിക്കുക. ഓക്കെ ഗൈസ്, ഇവിടെ ഷോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഗെയിമിങ് മാത്രമല്ല ഫോക്കസ്, നമ്മൾ വ്ളോഗിങ്ങും എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും വേണം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ബൈ.